അങ്ങനെ നമ്മുടെ തായ്ലൻഡ് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പട്ടായയിലെ കോറൽ ഐലൻഡിലെയും വാക്കിംഗ് സ്ട്രീറ്റിലെയും കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് പട്ടായ സിറ്റിയിൽ നിന്നും 13 കിലോമീറ്റർ ദൂരെയുള്ള കോറൽ ദ്വീപിലേക്കാണ്. കൊലാൻ ഐലൻഡ് എന്നും ഇതിന് പേരുണ്ട്. കോറൽ ഐലൻഡിലേക്ക് നമുക്ക് ഫെറിയിലോ അല്ലെങ്കിൽ സ്പീഡ് ബോട്ടിലോ പോകാം. വൺ വേ ഫെറി കോസ്റ്റ് 30 തായ് ബാത്ത് ആണ്. അതായത് ഇന്ത്യൻ രൂപി ഏകദേശം 70 രൂപ വരും. ഇനി സ്പീഡ് ബോട്ടാണെങ്കിൽ 150 ബാത്തും ആണ്. അതായത് ഇന്ത്യൻ രൂപി ഒരു 340 രൂപയൊക്കെ വേണ്ടി വരും. ഇത് ഇവിടുന്ന് നോക്കുമ്പോൾ പട്ടായ സിറ്റിയിലെ ബിൽഡിങ്സ് കാണാം. നമ്മൾ ഐലൻഡിലേക്ക് പോകുന്നത് സ്പീഡ് ബോട്ടിലാണ്. കാരണം മറ്റൊന്നുമല്ല, ഫെറിയിലാണെങ്കിൽ ഏകദേശം 40 മിനിറ്റ് എടുക്കും അവിടെ എത്താൻ. പക്ഷേ സ്പീഡ് ബോട്ടിലാണെങ്കിൽ 15 മിനിറ്റ് മതി. അങ്ങനെ സമയം ലാഭിക്കാം. സ്പീഡ് ബോട്ടിൽ കയറുമ്പോൾ ലൈഫ് ജാക്കറ്റ് ധരിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പോകാൻ പോകുന്ന ഐലൻഡിൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ അത്യാവശ്യം വേണ്ട പ്രിക്കോഷൻ എടുത്ത് വേണം പോകാൻ. സൺസ്ക്രീനും സൺഗ്ലാസും ഒക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഇവിടെ അത്യാവശ്യം വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. കടലിന്റെ നടുവിൽ ഒരു ഫ്ലോട്ടിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. പാരസെയിലിംഗ്, അണ്ടർ വാട്ടർ സീയിങ്, സീ വാക്കിംഗ്, ബനാന ബോട്ട് റൈഡിംഗ് തുടങ്ങിയ ഒട്ടനവധി ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്ന് നമ്മൾ അടുത്തു പോകുന്നത് കോറൽ ഐലൻഡിലേക്കാണ്. ഇവിടെ ആകെ 7 ബീച്ചുകളുണ്ട്. അത് മൊത്തം കറങ്ങി കാണണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരും. എല്ലാ ബീച്ചും കാണണമെങ്കിൽ നമുക്ക് 2 വീലർ റെന്റിനെടുത്തിട്ട് 1 ഡേ ഫുൾ ചുറ്റാം. 2 വീലർ റെന്റിനെടുക്കുന്നതിന് 300 ബാത്താണ്. നല്ല തെളിഞ്ഞ വെള്ളം. ഇവിടെ കണ്ടോ, വെളുത്ത മണലും തെളിഞ്ഞ നീല വെള്ളവുമാണ്. എന്തേലും വെള്ളത്തിനടിയിൽ കിടന്നാലും നമുക്കത് കാണാൻ സാധിക്കും. പിന്നെ ആഴവും വളരെ കുറവാണ് ഇവിടെ. ഗൾഫ് ഓഫ് തായ്ലൻഡ് എന്ന കടലിന്റെ ഉൾഭാഗമാണ് ഇത്. ശരിക്കും 1 ഡേ എക്സ്പ്ലോർ ചെയ്യാനുള്ളതെല്ലാം കോറൽ ഐലൻഡിലുണ്ട്. നമ്മൾ തൽക്കാലം ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് തിരിച്ചു പോവുകയാണ്. ഇവിടുത്തെ വേറെയും ബീച്ചുകൾ കാണണമെന്നുള്ളവർക്ക് ബൈക്ക് റെന്റിനെടുത്തിട്ട് പോകാവുന്നതാണ്. ശരിക്കും ലൈവ് ആകുന്നത് നൈറ്റാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റ്. ഇരുട്ട് വീണ് തുടങ്ങുമ്പോൾ തന്നെ ആട്ടവും പാട്ടുമായി തെരുവ് ഉണരും. പിന്നെ പുലർച്ചെ വരെ ആഘോഷങ്ങളുടെ പൂരമാണ്. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുവാനുള്ള സൗകര്യങ്ങളാണ് വാക്കിംഗ് സ്ട്രീറ്റിലുള്ളത്.
നല്ല കിടിലൻ ഫുഡ് ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ, ഡാൻസ് ബാറുകൾ, മിനി ബാറുകൾ, മസാജ് സെൻറ്ററുകൾ, സെക്സ് പാർലറുകൾ ഒക്കെയായി മറ്റൊരു ലോകമാണ് വാക്കിംഗ് സ്ട്രീറ്റ്. I got a switch in my head, I go from living to dead. You got me seeing all red, now I'm becoming a threat. I fucking heard what you said, I'll make you have some regrets. And no, I never forget, so now you have a few days. കാഴ്ചകൾക്കൊപ്പം അധികം നൂലാമാലകളില്ലാതെ കുറഞ്ഞ ചെലവിൽ യാത്ര പോകാം എന്നതാണ് തായ്ലൻഡിന്റെ മറ്റൊരു പ്രത്യേകത. വൈവിധ്യങ്ങൾ നിറഞ്ഞ കാഴ്ചകളും പ്രകൃതി സൗന്ദര്യവും കടലോര കാഴ്ചകളും ഫുഡും ഒക്കെയാണ് പട്ടായയെ സഞ്ചാരികളുടെ ഇടയിൽ ഇത്രത്തോളം പ്രിയപ്പെട്ടതാക്കുന്നത്. ശരിക്കും വിയറ്റ്നാം യുദ്ധവേളയിൽ ഇവിടം അമേരിക്കൻ സൈനികരുടെ വിശ്രമ വിനോദ കേന്ദ്രമായിരുന്നു. വർഷങ്ങൾ മുന്നോട്ട് പോയതോടെ പട്ടായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറുകയായിരുന്നു. ശരിക്കും ഒരു സെക്സ് ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന ചീത്തപ്പേര് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇവിടെ കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. തായ്ലൻഡ് വെറുമൊരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമല്ല, അതൊരു ഫാന്റസി ലോകമാണെന്ന് നിസ്സംശയം പറയാം. വാക്കിംഗ് സ്ട്രീറ്റ് മാത്രമല്ല, പട്ടായ സിറ്റി ഫുൾ നൈറ്റ് ലൈവാണ്. Which has determined your fate. I've never seen so clear. I feel the end and it's near. The day of reckoning's here. The sound of deafening fear. If you try, you just might get a little bit of trouble. Left me right in your side. You will never see me coming. You won't die. If you try, you just might get a little bit of trouble. അങ്ങനെ തായ്ലൻഡിനോട് ബൈ ബൈ പറഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുകയാണ്. ബാങ്കോക്കിൽ നിന്ന് അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ നടത്തി സുവർണഭൂമിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അങ്ങനെ സുവർണഭൂമി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. തായ് എയർവേസിലാണ് മടക്കയാത്ര. അപ്പോൾ തായ്ലൻഡ് വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.
കൂടുതൽ യാത്രാ കാഴ്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ദിസ് ഇസ് സൈനിങ് ഓഫ് ട്രാവൽ സോൾ.